കയ്യിൽ നീലിച്ച പാടുമായി വേദനയോടെ ബി.ജെ.പി. പ്രവർത്തക. ബി.ജെ.പി. മാർച്ചിനിടെ നൌഫൽ എന്ന പോലീസുകാരൻ കയ്യിൽ കടിച്ചതാണെന്ന മേയർ രാജേഷ്. ആഴത്തിലുള്ള കടികൊണ്ട് നീലിച്ച കൈയുമായി ആ വനിതാ പ്രവർത്തക വേദന തിന്ന് ജീവിക്കുകയാണ്. തിരുവനന്തപുരത്ത് ബി.ജെ.പി. വനിതാ കൗൺസിലർമാർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നൌഫൽ എന്ന പോലീസുകാരൻ ഒരു വനിതാ ബി.ജെ.പി. പ്രവർത്തകയുടെ കയ്യിൽ കടിച്ചെന്ന മേയർ വി രാജേഷ് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ആഴത്തിലുള്ള കടികൊണ്ട് നീലിച്ച കൈയുമായി ആ വനിതാ പ്രവർത്തക വേദന നിന്ന് ജീവിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലാണ് വി രാജേഷ് ഈ ആരോപണം ഉയർത്തിയത്. അതിനിടെയാണ് പോലീസ് ഞങ്ങൾക്ക് പുല്ലാണെന്ന മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിൽ DGPയും വട്ടിയൂർക്കാവ് കൗൺസിലറുമായ ആർ ശ്രീലേഖയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതോടെ നെട്ടയം പ്രതിഷേധത്തെ തുടർന്ന് ബി.ജെ.പിയും പോലീസും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയാണ്. വട്ടിയൂർക്കാവ് CI വിപിൻ തുടർച്ചയായി ബി.ജെ.പി. പ്രവർത്തകർക്കെതിരെ ആക്രമണം നടത്തുകയാണെന്ന് വി രാജേഷ് ആരോപിച്ചു. പ്രതിഷേധത്തിനിടെ പോലീസ് മലിനജലം ഉപയോഗിച്ചാണ് പോലീസ് വനിതാ ബി.ജെ.പി. കൗൺസിലർമാർക്കും പ്രവർത്തകർക്കും നേരെ ജലപീരങ്കി പ്രയോഗിച്ചതെന്നും മേയർ രാജേഷ് ആരോപിച്ചിരുന്നു. വനിതാ പ്രവർത്തകരെ നേരിട്ടത് പുരുഷ പോലീസാണ്. വനിതാ പ്രവർത്തകയെ കയ്യിൽ കടിച്ച നൌഫൽ എന്ന പോലീസുകാരനും വനിതാ പ്രവർത്തകരെ തല്ലിച്ചതച്ച രാജേഷ് എന്ന പോലീസുകാരനുമെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും രാജേഷ് ആവശ്യപ്പെട്ടിരുന്നു. പല പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും മുൻപും പോടാ പുള്ളിയെന്ന് വിളിച്ചിട്ടുണ്ടെന്നും ആർ ശ്രീലേഖ. പോലീസിൽ ജോലി ചെയ്തിരുന്നപ്പോഴും തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പോടാ പുള്ളിയെന്ന് മുഖത്ത് നോക്കി വിളിച്ചിട്ടുണ്ടെന്ന് മുൻ DGP ആർ ശ്രീലേഖ. വട്ടിയൂർക്കാവ് സംഘർഷത്തെ തുടർന്നുണ്ടായ സമരത്തിൽ മോശമായ മുദ്രാവാക്യം വിളിച്ചത് വിവാദമായതോടെയാണ് വീണ്ടും സമൂഹ മാധ്യമത്തിലൂടെ വിശദീകരണവുമായി ശ്രീലേഖ രംഗത്തെത്തിയത്. ഗുരുതരമായ തെറ്റുകൾ, അഴിമതി എന്നിവ ചെയ്യുന്ന പല പോലീസുകാരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ചിലരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. പലർക്കുമെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട്. പല പോലീസുകാരും അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീലേഖ പറയുന്നു. അന്നൊന്നും ഒരു പോലീസ് അസോസിയേഷൻ നേതാവും ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് വിരമിച്ച ശേഷം ഇങ്ങനെ തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന ഒരുത്തനെ പോടാ എന്ന് വിളിച്ചതിൽ ഇവരൊക്കെ തെറ്റ് കാണുന്നതെന്നും അവർ ചോദിച്ചു. എന്തായാലും ചെയ്ത അപരാധത്തിന് വട്ടിയൂർക്കാവ് SHOയോട് അവധിയിൽ പ്രവേശിക്കാനെങ്കിലും നിർദ്ദേശിച്ചതിന് DGPക്കും പോലീസ് കമ്മീഷണർക്കും നന്ദിയെന്നും ശ്രീലേഖ കുറിച്ചു. മുൻ DGPമാരായ TP സെൻകുമാറിനും ആർ ശ്രീലേഖയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാവ് CR ബിജു രംഗത്തെത്തിയിരുന്നു.